കാസർഗോഡ് ലക്ഷങ്ങളുടെ നിരോധിത പുകയില വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി. സംഭവത്തിൽ മധൂർ സ്വദേശി സമീർ, മാമ്പ്രാണ സ്വദേശി സിദ്ദിഖ് എന്നിവർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കാസർഗോഡ് എസ്.പിന്റെ കർശന നിർദ്ദേശമുണ്ട്. രാത്രി കാലങ്ങളിൽ വാഹന പരിശോധന കർശനമാക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തുന്ന സമയത്താണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇതിന്റെ വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇത് കോഴിക്കോട് കൊണ്ടിട്ട് ഹിന്ദിക്കാരാണ് ഇത് വാങ്ങുന്നത്. ഇത്രയും സാധനങ്ങൾ വാങ്ങി സപ്ലൈ ചെയ്യുന്നത് ഹിന്ദിക്കാരാണ്. ഇയാൾക്ക് അതിൻ്റെ മുകളിൽ ഓരോ ഇതിൻ്റെ മുകളിലും ഇന്നാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഓരോ ചാക്കിന് മുകളിൽ വിനോദ് അങ്ങനെ കുറേ പേരുണ്ട്. അതിൽ ഹിന്ദിക്കാരാണെന്നാണ് പറഞ്ഞത്. ഇവർക്ക് വേറൊന്നുമില്ല, ഇവർ ഇവിടുന്ന് മംഗലപുരത്ത് എടുത്തിട്ട് സാധനം അവിടെ കൊണ്ടു കൊടുക്കുന്നത് മാത്രം. അവിടെ വന്ന് അവർ കളക്ട് ചെയ്തോളെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഏതായാലും ഇവിടുന്ന് പോകുന്നുണ്ട്. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ചന്ദേര പോലീസ് ഈ ലഹരി മരുന്ന് പിടികൂടിയത്. ലക്ഷങ്ങൾ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കാണ് ഇത് വിതരണത്തിന് എത്തിച്ചതെന്ന് പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. മധൂർ സ്വദേശി സമീർ, ബംബ്രാണ സ്വദേശി സിദ്ദിഖ് എന്നിവരിപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മട്ടലായി ഭാഗത്ത് പോലീസ് പട്രോളിംഗ് നടത്തി വരികയായിരുന്നു. ആ സമയത്താണ് ചന്ദേര എസ്.ഐ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സംശയാസ്പദമായി തോന്നിയ വണ്ടി പരിശോധിക്കുന്നതിനിടെ പിടികൂടിയത്. ഇവർ ഈ പ്രതികൾ നൽകിയ മൊഴി അനുസരിച്ച് ഇത് കാസർഗോഡ് വെച്ച് ലോറിയിൽ എത്തിച്ച പുകയില ഉൽപ്പന്നങ്ങളാണ്. അവിടെ നിന്ന് ഈ വാഹനത്തിലേക്ക് ഇവർ കയറ്റി. തുടർന്ന് ആരാണ് വാങ്ങുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കോഴിക്കോട് എത്തിയ ശേഷം ആവശ്യക്കാർ വിളിക്കുമെന്നാണ്. എന്തായാലും കൂടുതലും ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതിന്റെ ആവശ്യക്കാർ എന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി, അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന്.